ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞങ്ങൾ കാനഡയിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ നാട്ടിലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആരംഭത്തിലെ കാണാം, പുറകിലൊക്കെ ഒത്തിരി മഞ്ഞ കളറിൽ നല്ല മനോഹരമായ രീതിയിൽ മരങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഭംഗി നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് കാനഡ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട്, പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ഈ വീഡിയോ കാണണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും, ഞങ്ങളെല്ലാ കൂട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അപ്പോൾ നമുക്ക് പോയാലോ. ഞാനും ജീനമോളും കൂടിയാണ് ഇന്നത്തെ യാത്ര നിങ്ങളിതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഒപ്പം ഉണ്ടാകണം. ശരി, എന്നാൽ പോവാം. ഓക്കെ, ബൈ. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ റോഡുകളെ കുറിച്ച് തന്നെയാണ്. സുഗമമായ യാത്രയ്ക്ക് പറ്റുന്ന രീതിയിൽ അത്രമാത്രം ഭംഗിയുള്ള നല്ല റോഡുകളാണ് ഇവിടുത്തെ റോഡുകളെല്ലാം തന്നെ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ റോഡുകളുടെ നിർമ്മാണം നടത്തുന്നത് ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടാണ്. അപ്പോൾ അത് അത്രമാത്രം ഉറപ്പുള്ളതും അതുപോലെ കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് യാത്ര വളരെ സുഖപ്രദമാണ്. അതുപോലെ റോഡിൻ്റെ ഇരുവശവും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ എത്ര ഭംഗിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് നോക്കി വയ്ക്കാൻ. അതായത് പല പൂക്കളുള്ളതും പലതരം കളറിലുള്ളതും അതുപോലെ തന്നെ ഇടതൂർന്ന ഇലകളുള്ളതുമായിട്ടുള്ള മരങ്ങളാണ് റോഡിൻ്റെ ഇരുവശം. അതുകൊണ്ട് തന്നെ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. കാരണം നല്ല റോഡ് ഒന്ന്, രണ്ട് നിറയെ പൂക്കളുള്ള മരങ്ങളും എന്താ പറയുക, എല്ലായിടത്തും ഒരു ഭാഗത്ത് മാത്രം എല്ലായിടത്തും മരങ്ങൾ നിറയെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ റോഡിന് ഇരുവശവും ആളുകൾക്ക് നടക്കാനുള്ള നടപ്പാത, വീടിൻ്റെയും റോഡിൻ്റെ ഇടയിലൂടെ ഒരു നടപ്പാത ഇവിടെ രാജ്യം മുഴുവനുണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അപകടങ്ങളില്ലാതെ നടക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീടുകൾ മുൻവശം എല്ലാം ഓപ്പണാണ്. അതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വീടുകൾക്കാണ് വലിയ വീടുകൾക്കാണെങ്കിൽ ഒന്നിനും കോമ്പൗണ്ട് വാളുകളൊന്നും ഇല്ല. എല്ലാ വീടുകളും തുറന്നു കിടക്കുകയാണ് മുൻവശം. അത് ഈ രാജ്യം നൽകുന്ന സുരക്ഷിതത്വം തന്നെയാണ്. അതായത് ഇവിടെ നിയമം അത്ര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇവിടുത്തെ പൗരന്മാരെ അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഫൈനും അതുപോലെ തന്നെ ചിലപ്പോൾ ഡീപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കപ്പെടും. അതിനൊന്നും പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അത് കോടതി ശിക്ഷിച്ച കേസുകൾ പോലും ആളുകൾ ഊരിപ്പോരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. മനോഹരമായ വീടുകൾ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് റോഡിൽ നിന്ന് അത്രമാത്രം ഉള്ളിലേക്ക് ഇറക്കിയിട്ടാണ് ഇവിടുത്തെ വീടുകളെല്ലാം, ഒരുവിധം വീടുകളൊക്കെ പണിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് വീടുകൾ കാണുമ്പോൾ. നിറയെ പൂമരങ്ങളും മുൻവശത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ നമുക്ക് കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ കൃഷികളെ കുറിച്ചാണ്. ഇവിടെ കൃഷി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. പലതരം കൃഷികൾ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ചോളം ചെയ്യുന്നുണ്ട്, ഗോതമ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ സോയാബീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കനോള ചെയ്യുന്നുണ്ട്. കുറേ കൃഷികളുണ്ടായിരുന്നു. എനിക്കറിയുന്ന പേരുകളാണ് ഞാൻ പറഞ്ഞത്. ഈ കൃഷി കനോള കൃഷിയാണ്. അപ്പോൾ ഈ മഞ്ഞപ്പൂവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂക്കൃഷിയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഈ കൃഷിയെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇത് പൂക്കൃഷിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് കനോള ഫ്ലവർ ആണ് ഈ കൃഷിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഫ്ലവറിൽ നിന്ന് ഇവർക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയിൽ നിർമ്മിക്കുന്നുണ്ട് ഈ പൂവിൽ നിന്ന്. അപ്പോൾ ഇവർ ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൃഷി ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്, ഇവിടെ നമ്മളുടെ നാട്ടിൽ കൃഷി കുറഞ്ഞുകൊണ്ടിരിക്കേണ്ട പ്രധാന കാരണം മാൻ പവർ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇവർ മിഷനറീസ് ഉപയോഗിച്ചാണ് A to Z കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷി ഇവർക്ക് ലാഭകരമാണ്. നമ്മുടെ കൃഷി സ്ഥലങ്ങൾ, വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാർ വാഷിംഗ് ആണ്. നമ്മളുടെ നാട്ടിൽ നമ്മൾ കാർ വാഷിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കും, അവരാണ് കാർ വാഷിങ് ചെയ്യുക.
ഇവിടെ കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ആവശ്യത്തിന് വെള്ളം, അതുപോലെ ആവശ്യത്തിന് സോപ്പ്, എത്ര പൈസ ഇടണു അതനുസരിച്ച് നമുക്ക് വെള്ളം, സോപ്പൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓട്ടോമാറ്റിക് കാർ വാഷ് ഉണ്ട്, നമുക്ക് നോർമലായിട്ട് ചെയ്യാവുന്ന രീതിയുണ്ട്. ഇത് നമുക്ക് അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാർ വാഷ് ചെയ്യാം. അപ്പോൾ അതിനധികം പൈസ വരില്ല, നമുക്ക് വാഷ് ചെയ്ത് പോരാൻ സാധിക്കും. അതിനോട് ബന്ധപ്പെട്ടാണ്, കാർ വാഷിനോട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പെട്രോൾ പമ്പും അതുപോലെ തന്നെ ഗ്യാസ് അടിക്കാനുള്ള ഇലക്ട്രിസിറ്റി, മറ്റേ കാറുകൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ കാറിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ, മാറ്റിലുള്ള അഴുക്കുകളൊക്കെ വാക്വം ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ പെട്രോൾ അടിക്കണമെങ്കിൽ, പെട്രോളിന് ഒരു ഗ്യാസ് എന്ന് പറയാം, ഗ്യാസ് അടിക്കണമെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. ഇവിടെ ജോലിക്കാരില്ല. എല്ലാം നമ്മൾ ATM കാർഡ് പോലെ തന്നെ കാർഡിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് നിറച്ച് പോരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരുവിധം സ്ഥലങ്ങളിലും അധികം ജോലിക്കാരില്ലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്, ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും തന്നെ. പിന്നെ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാബർ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കാരവാൻ എന്ന് പറയും. ഇത് സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ കിട്ടും. പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് ലെമനേഡ്. ഓക്കേ, മനസ്സിലായില്ലേ? ഞാൻ ഐസ് ക്യാപ്പ്. ഓക്കേ, ഇതിവിടുത്തെ വാട്ടർ ടാങ്കാണ്. നമുക്ക് 24 മണിക്കൂറും കിണർ വെള്ളം പോലെ ശുദ്ധജലം ഇതിൽ നിന്ന് വീടുകളിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വാട്ടർ ടാങ്കുകളിലൂടെ ഇവർ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് വെള്ളമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, അത്രമാത്രം പ്യുവറായിട്ടുള്ള നല്ല വാട്ടറാണ് ഇവർ ആളുകൾക്ക് കൊടുക്കുന്നത്. JP വൈസേഴ്സ് വിസ്കി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണത്. ഇത് ഇവിടുത്തെ ബസ് യാത്രക്കാർക്കുള്ള വെയിറ്റിംഗ് ഷെഡാണ്. ഇത് വെതർ അനുസരിച്ച് ഉപയോഗിക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ബസ് വന്ന് നിന്ന് ആൾക്കാരെ കയറ്റിയതിന് ശേഷം മാത്രമേ പോകുള്ളൂ. നമുക്ക് ബസ് കയറാൻ വേണ്ടി ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നല്ല രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ ബസ്സിൽ കയറാൻ ഇറങ്ങാനൊക്കെ സാധിക്കും. ഇത് ഇവിടുത്തെ സ്കൂൾ ബസ്സാണ്. ഈ സ്കൂൾ ബസ്, ഇതേ മോഡലിലുള്ള സ്കൂൾ ബസ് മാത്രമേ ഇവിടെ കുട്ടികൾക്കുള്ളൂ. പ്രൈവറ്റായിട്ട് യാതൊരു വാഹനവും ഇല്ല. സ്കൂളിൽ നടത്തുന്ന ഈ സർവീസ് മാത്രമാണ് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ. ഇത് ഫ്രീ സർവീസാണ്. 1 കിലോമീറ്ററിന് അപ്പുറത്തുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ സർവീസായിട്ട് നൽകുന്നത്. ഇതിവിടുത്തെ റോഡ് ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണ്. റോഡിന് ഇരുവശവും വന്ന് വീഴുന്ന പേപ്പർ, അതുപോലെ തന്നെ ഇലകൾ, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, ഇതെല്ലാം ഇത് വാക്വം ചെയ്ത് ഈ റോഡ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കും.
അങ്ങനെ അതിനുവേണ്ടി ഗവൺമെൻറ് കൊണ്ടു നടക്കുന്ന വണ്ടിയാണത്. ഇതേ കൊണ്ടുപോകുന്നതാണ് വണ്ടിയിൽ. ഹായ്. ഇങ്ങനെ കൊട്ടും കേട്ടാ. കൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ മിഷ്യൻ വന്ന് കൊണ്ടുപോകും. സൂപ്പറല്ലേ? ഏയ് okay. Hey. Yeah. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് രാവിലെ കാലാവസ്ഥ നന്നായപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഈ പെൺകുട്ടീനെയും കൊണ്ട് ഞങ്ങൾ നടക്കാനിറങ്ങി. നല്ല കാലാവസ്ഥയാട്ടോ, കുറച്ച് കാറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല, തണുപ്പ് കുറവാണ്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ വന്നതാ ഈ പുഷിനെയും കൊണ്ട്. അല്ലേ ഈ പുഷ? ഞങ്ങൾ നടക്കാൻ പോകുന്നു പിന്നെ. ഓക്കെ ഓക്കെ, ഈ കൈ കൊണ്ട് പറയും ഓക്കെ ഓക്കെ. അല്ല പിടിച്ചോണ്ടിരിക്കുക. അമ്മയാ പിന്നെ പത്ത് ഹായ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.